അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ തൗബയുടെ കൂടി മാസമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള ഏറ്റവും നല്ല സുവർണാവസരം. റമദാനിൽ മാത്രമല്ല നമുക്ക് തൗബയുള്ളത്. മറ്റ് എല്ലാ കർമ്മങ്ങളെ പോലെ, നിസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, സക്കാത്തിനെ പോലെ, സദഖകളെ പോലെ, മറ്റ് ആരാധനാകർമ്മങ്ങൾ പോലെ, സൽക്കർമ്മങ്ങളെ പോലെ തന്നെ ജീവിതത്തിൽ എല്ലാ സമയത്തും പാലിക്കേണ്ട, എല്ലാ സമയത്തും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് തൗബ. ജീവിതത്തിൽ എപ്പോഴാണോ താൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നത്, എപ്പോഴൊക്കെയാണോ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നത്, അപ്പോഴൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് തൗബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, തൗബ ചെയ്യാറുണ്ട്. 100-ലധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകമുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എല്ലാ ദിവസവും 100 തവണയെങ്കിലും ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ജീവിതത്തിൽ തൗബ ചെയ്യണമെന്നുള്ളത് വിജയത്തിൻ്റെ കൂടെ നിദാനമാണ്. ഒരാൾ വിജയിക്കണമെങ്കിൽ അയാൾ ജീവിതത്തിൽ തൗബ ചെയ്തിരിക്കണം. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിച്ചേക്കാം. വിജയത്തിൻ്റെ ഒരടിസ്ഥാനമായിട്ട് റബ്ബ് പഠിപ്പിച്ച ഭാഗം കൂടിയാണ് തൗബ. തൗബ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയും. എത്ര വലിയ പാപം ചെയ്തവനും തൗബയുണ്ട്. അതാണല്ലോ 100 മനുഷ്യരെ കൊന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും തൗബയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ആളുകളാണ്. ആ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങി ജീവിതത്തിൽ നിഷ്കളങ്കമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.